ജെറമിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, അവിശ്വസ്തയായ ഇസ്രായേൽ വഞ്ചകിയായ യൂദായോളം കുറ്റക്കാരിയല്ല. അവിശ്വസ്തയായ ഇസ്രായേൽ വഞ്ചകിയായ യൂദായോളം കുറ്റക്കാരിയല്ല. അതായത് ഇസ്രായേലുണ്ട്, യൂദായുണ്ട്. ഇവർ രണ്ടുപേരും രണ്ടാണ്. ഇവർ രണ്ടുപേരും പാപം ചെയ്തു. ഒരാൾ ചെയ്ത പാപം വഞ്ചനയാണെങ്കിൽ മറ്റേയാൾ ചെയ്ത പാപം അവിശ്വസ്തതയാണ്. ഇതിൽ ഏതാണ് ഗ്രേഡ് കൂടിയ പാപം എന്ന് വചനം പഠിപ്പിച്ചു തരികയാണ്. അതായത് യൂദാ ചെയ്ത വഞ്ചനയാണ് ഇസ്രായേൽ കാണിച്ച അവിശ്വസ്തതയേക്കാൾ കഠിനം എന്നാണ് വചനം പറയുന്നത്. പലപ്പോഴും നമ്മൾ പാപത്തെക്കുറിച്ച് പറയുമ്പോൾ ചെറിയ പാപങ്ങളെയും വലിയ പാപങ്ങളെയും അല്ലെങ്കിൽ പാപത്തെ എല്ലാറ്റിനെയും ഒറ്റക്രമത്തിൽ പറയുന്നത് കാണാറുണ്ട്. എന്നാൽ അത് തെറ്റാണ്. പലപ്പോഴും ചില ആളുകൾ പറയുമ്പോൾ പ്രത്യേകിച്ച് യൂദാസും പത്രോസും ചെയ്തത് ഒരേ പാപമാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ രണ്ടുപേരും ചെയ്തത് ഒരേ പാപമല്ല. യൂദാസ് ചെയ്തത് വഞ്ചനയാണ്. അവൻ പിശാചായി മാറുകയും പിശാചായി മാറുന്നവനാണ് വഞ്ചകനാകുന്നത്. അതുപോലെ തന്നെ പത്രോസ് ചെയ്തതാകട്ടെ അവിശ്വസ്തതയാണ്. അവനെപ്പോഴും അവൻ്റെ മാനുഷികമായ തലത്തിൽ തന്നെ ഉള്ളതാണ്. വഞ്ചന ചെയ്യുന്നത് മാനുഷികമല്ല. എന്നാൽ അവിശ്വസ്തത കാണിച്ചു പോകുന്നത് പ്രലോഭനങ്ങളിൽ വീണു പോകുമ്പോൾ അല്ലെങ്കിൽ പൈശാചികമായ പീഡകൾ ഉണ്ടാകുമ്പോൾ അവിശ്വസ്തരായി പോകുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമാണ്. സർവശക്തനായ ദൈവം ഈ ഒരു തിരിച്ചറിവുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. വഞ്ചന എന്താണെന്നും അതുപോലെ തന്നെ അവിശ്വസ്തത എന്താണെന്നും അല്ലെങ്കിൽ അതിൽ താഴ്ന്ന ഗ്രേഡിലുള്ള പാപങ്ങൾ ഏതൊക്കെയാണെന്നും തിരിച്ചറിയാനുള്ള കൃപ നമുക്ക് ഉണ്ടായിരിക്കണം. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പാപത്തിൻ്റെ ക്രമത്തെക്കുറിച്ച്, പാപത്തിൻ്റെ തിന്മയുടെ ഇരുട്ടിൻ്റെ ക്രമത്തെക്കുറിച്ച് തിരിച്ചറിയാനുള്ള വിഷയം കൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.